നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സംഭവം ആദ്യമായിട്ടും കേരളത്തിൽ ഒരു ഓഫീസിൽ പോലും ഇതുപോലെ ഇത്രയും ജനങ്ങൾ ഒത്തൊരുമയോട് ചെയ്യണം ഒരു ഓണാഘോഷവും ഇല്ല. കഴിഞ്ഞ ഓണത്തിനെയും കാട്ടി ഗംഭീരമായിട്ടാണ് ഈ ഓണത്തിന്. പിന്നെ അല്ല എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ആഘോഷിക്കുന്നു. ഈ ആഘോഷം പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഞങ്ങളിവിടെ ഞാൻ കോർപ്പറേഷൻ വന്നിട്ട് കുറേ നാളായി. ഞാൻ വന്നിട്ട് ഇവിടെ 5 വർഷം കഴിഞ്ഞു. പക്ഷേ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവനക്കാർ ആരെങ്കിലും നോക്കിയാണ് സന്തോഷം ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമസ്കാരം. തലസ്ഥാന നഗരിയിലെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യ ദിവസമാണ്. നാളെയും ഓണാഘോഷ പരിപാടിയുണ്ട്. ഇതാ നിലവിലിപ്പോൾ എല്ലാവരും സദ്യയ്ക്ക് വേണ്ടി ഇരുന്നിരിക്കുകയാണ്. മേയർ വി രാജേഷ് ഓരോരുത്തരുടെ അടുത്തും പോയി പറയുകയാണ് നാളെ കിറ്റ് വിതരണവും അതുകൂടാതെ ഓണക്കോടി നൽകുന്ന ചടങ്ങുമുണ്ട്. അതിലേക്ക് എല്ലാവരെയും നേരിട്ട് ചെന്ന് അദ്ദേഹം ക്ഷണിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സദ്യ വിളമ്പുന്ന സ്ഥലത്തേക്ക് മേയർ വി രാജേഷ് നേരിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭയിലെ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരോടും നേരിട്ട് തന്നെ അദ്ദേഹം പറയുകയാണ് നാളെ വരണം എന്നുള്ളതാണ്. എന്തായാലും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഓണാഘോഷം നിലവിലിപ്പോൾ നഗരസഭയിൽ നടന്ന് കൊണ്ടിരിക്കുന്നത്. വളരെ ഒത്തൊരുമയോടുകൂടി CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും, അതായത് എല്ലാവരും ഒത്തുചേർന്ന് ജാതി മത വർണ്ണഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ ഏറെ സന്തോഷത്തോടു കൂടി ഓണാഘോഷം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മേയർ വി രാജേഷ് എല്ലാ നേതൃത്വവും വഹിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ അദ്ദേഹമുണ്ട്. ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടതാണ്. ഇതുവരെയും ഇങ്ങനൊരു ഓണാഘോഷം നഗരസഭയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടാം. വളരെ തിരക്കിലാണ് എങ്കിലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ആദ്യമായാണ് നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സംഭവം ആദ്യമായിട്ട്. മാത്രമല്ല കേരളത്തിൽ ഒരു ഓഫീസിൽ പോലും ഇതുപോലെ ഇത്രയും ജനങ്ങൾ ഒത്തൊരുമയോട് ചെയ്യണം ഒരു ഓണാഘോഷവും ഇല്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്രയും ജനങ്ങൾ ഒത്തൊരുമയോട് കൂടുന്ന ആദ്യ ഓണം. എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ആഘോഷിക്കുന്നു. ഈ ആഘോഷം പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഞാൻ കോർപ്പറേഷൻ വന്നിട്ട് കുറേ നാളായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തോടുകൂടി ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വർഷങ്ങളായി. ഞാൻ വന്നിട്ട് ഇവിടെ 5 വർഷം കഴിഞ്ഞു. പക്ഷേ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവനക്കാർ ആരെങ്കിലും നോക്കിയാണ് സന്തോഷം ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇത്രയും ഹാപ്പിയായിട്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ മേയർ സെക്ഷനിലാണ്. പേര് ശിവപ്രസാദ്. വളരെ സന്തോഷം. ശിവപ്രസാദ് സാറാണ് നമ്മളോട് പ്രതികരിച്ചത്. കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നു. ഫുള്ള് ആളുണ്ടായിരുന്നു. എനിക്ക് പിന്നെ വിളമ്പുന്ന ഉള്ള സെഷനാണ്. കഴിഞ്ഞ ഓണത്തിനെയും കാട്ടി ഗംഭീരമായിട്ടാണ് ഈ ഓണത്തിന്. പിന്നെ അല്ല വിളമ്പം വന്നില്ല. കഴിഞ്ഞ ഇത്തരം ഇതൊന്നും ഇല്ലായിരുന്നു, കൂട്ടമില്ലായിരുന്നു. എന്നാലും ഈ തവണ ഓണത്തിന് ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ തന്നെ കടകംപള്ളി നമ്മുടെ സ്റ്റോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു വൈഡ് വിഷ്വൽ നമുക്ക് കാണാം. ഇതാണ് കാഴ്ച. നഗരസഭയുടെ കോമ്പൗണ്ടിലെ കാഴ്ചയാണ്. നിരവധി പേർ, അതായത് 1000-നോടടുത്ത് വരുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ സദ്യ ഉണ്ണുവാനും ഈ ഓണാഘോഷത്തിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയതുപോലെ ഇതിനു മുൻപൊന്നും തന്നെ ഇത്തരത്തിലൊരു ഓണാഘോഷം നഗരസഭയിൽ ഇതുവരെയും നടന്നിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലും അതിനു മുൻപും ഒന്നും തന്നെ, അതായത് ഈ 45 വർഷത്തിന് ഇടയിൽ ഇതുപോലൊരു ഓണാഘോഷം നടന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.